ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഇവിടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഒരു വെക്കേഷൻ ട്രിപ്പിന് പോയിട്ടുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഒരു വൺ ഡേ ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ തന്നെ യാത്ര പുറപ്പെട്ടത് കൊണ്ട് എല്ലാവർക്കും വഴി മധ്യേ തന്നെ ഒന്ന് വിശന്ന് തുടങ്ങിയപ്പോൾ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഒരു ഹോട്ടൽ നോക്കിയിട്ട് പെട്ടെന്ന് അങ്ങനെ നിർത്തി. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു സന്തോഷത്തിലൊക്കെയാണ്, യാത്രയുടെ ഒരു എക്സൈറ്റ്മെന്റോട് കൂടിയാണ് എല്ലാവരും ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എത്തി. പലരും മസാല ദോശ, നെയ് റോസ്റ്റ്, അങ്ങനെ ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ മേടിച്ച് നല്ല ഒരു പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലൊരു ചായയും ചിലർ കോഫിയൊക്കെ കുടിച്ച് വളരെ എനർജറ്റിക് ആയിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ വണ്ടിയിൽ കയറിയപ്പോൾ ഫുൾ വൈബായിരുന്നു. പിന്നെ ഒരു ഗെയിം മോഡിലേക്ക് നമ്മൾ മാറി. അന്ത്യാക്ഷരിയാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പാട്ടുകളൊക്കെ പരസ്പരം പാടി പാടി അങ്ങനെ വളരെ രസകരമായിട്ട് ആ യാത്ര പുരോഗമിച്ചു. നമ്മൾ പരസ്പരം സംസാരിച്ചും സന്തോഷങ്ങൾ പങ്കിട്ടും നമ്മുടെ ആ ഒരു കിട്ടുന്ന നിമിഷങ്ങളൊക്കെ നമ്മൾ സന്തോഷിക്കുമ്പോഴല്ലേ കൂടുതൽ ഏറ്റവും സന്തോഷകരമായിട്ടിരിക്കാൻ നമുക്ക് പറ്റുക. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ എത്തി. അപ്പോ നിലമ്പൂരുള്ള തേക്ക് മ്യൂസിയത്തിലേക്കാണ് നമ്മൾ ആദ്യം പോയിട്ടുള്ളത്. അവിടെ തേക്ക് മ്യൂസിയം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, ഭീമാകാരനായി തേക്കുകളെയാണ് നമ്മൾ ആദ്യം തന്നെ കാണുക. ആ മ്യൂസിയത്തിന്റെ അകത്തും അതുപോലെയുള്ള തേക്കുകളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. തേക്കുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന പല വിധത്തിലുള്ള ഉപകരണങ്ങൾ, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകളും, അത് ഇന്നത്തെ കാലമുള്ളതല്ല, കുറേ പഴയ കാലത്തൊക്കെ ഉണ്ട് കേട്ടോ. തേക്കിനെ കുറിച്ച് എല്ലാം മനസ്സിലാക്കാൻ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടും. നമ്മുടെ കൂട്ടത്തിലുള്ള രണ്ടുപേർ അതിനെക്കുറിച്ച് വളരെ ഗഹനമായിട്ടുള്ള ഒരു പഠനമൊക്കെ നടത്തി അവർ പരസ്പരം ചർച്ചയൊക്കെ ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളും ഇതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അപ്പൊ പണ്ട് കാലത്തുള്ള പല വിധത്തിലുള്ള ഉപകരണങ്ങളൊക്കെയാണ് തേക്കിന്റെ തടി കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ റേഡിയോ ബോക്സ് ഒന്നും ഇപ്പൊ നമ്മുടെ വീടുകളിലൊന്നും അധികം കാണാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല അല്ലെ. അതുപോലെ തന്നെ പണപ്പെട്ടികളും, അങ്ങനെ നമ്മൾ ഇപ്പൊ കാണാൻ കഴിയാത്ത എന്നാൽ പണ്ടത്തെ ഇല്ലങ്ങളിലൊക്കെ കണ്ടുവരുന്ന, നാലുകെട്ട് തറവാടുകളിൽ കണ്ടുവരുന്ന പലവിധ ചെറിയ ചെറിയ ഫർണിച്ചറുകളൊക്കെ അവിടെയുണ്ട്. തേക്കിന്റെ തടിക്കൊക്കെ ഭയങ്കര ഫിനിഷിംഗ് ആണ് കേട്ടോ. അപ്പൊ തേക്കിന്റെ മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് പോയപ്പോ തേക്കുകളിലേക്ക് കടന്നു വരുന്ന, തേക്കിൻ തോട്ടങ്ങളിലേക്ക് കടന്നു വരുന്ന പൂമ്പാറ്റകളുടെ ആ ഒരു രൂപീകരണം ഉണ്ട്. അതുപോലെ തന്നെ തേക്കിന്റെ തടി കൊണ്ടാണ് ഈ കാണുന്ന വസ്തുക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇത്രയും മനോഹരമായിട്ട് അതൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എത്രമാത്രം അവര് സമയവും അധ്വാനമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും അല്ലെ. അത്രയും ഫിനിഷിംഗ് ആയിട്ട് വളരെ മനോഹരമായിട്ടാണ് അത് ഓരോന്നും ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ കല എന്ന് പറയുന്നത്. ആ ഒരു കലയിൽ നമ്മുടെ കൈകളിലൂടെ ഇങ്ങനെ പുതിയ സൃഷ്ടികളൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ എന്താ പറയാ, വളരെയധികം സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ഈ ഒരു ആനയുടെ തൊട്ടടുത്ത് ഒരു അടിപൊളി സൂര്യൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയാണ് സൂര്യനെ കാണാനായിട്ട്. അപ്പൊ നമ്മൾ ആ സൂര്യനും അതിന്റെ ഭംഗിയും അങ്ങനെ അവിടെയുള്ള ഓരോ വസ്തുക്കളും നമ്മളിങ്ങനെ കണ്ട് ആസ്വദിച്ചു പോവാണ്. അപ്പോൾ പണ്ടത്തെ തൊട്ടിലില്ലേ, അതുപോലെ ഊഞ്ഞാല്, അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ചാടി കയറി ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവര് സേഫ്റ്റിക്ക് വേണ്ടി കയറൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോയിട്ടുള്ളത്, നമ്മൾ പള്ളിയിൽ നിന്നുള്ള കൊയറിലെ ടീമിലുള്ള എല്ലാവരും ഒരുമിച്ചിട്ടാണ് യാത്ര ആരംഭിച്ചിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ പണപ്പെട്ടി കേട്ടോ. ഇതിലൊക്കെയാണ് പണ്ട് കാലത്തെ ആളുകൾ പണമൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നെല്ലൊക്കെ വെക്കുന്ന പോലത്തെ പറ, അങ്ങനെ പല ഐറ്റംസും പണ്ട് കാലത്തുണ്ടായിരുന്ന ഐറ്റംസ് പലതും അവിടെ ഉണ്ടായിരുന്നു. ഈ മരുന്ന് പെട്ടി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആ നീളനൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അതുപോലെ കുഞ്ഞു കുട്ടികളുടെ തൊട്ടില്, അങ്ങനെ പണ്ടത്തെ എല്ലാ പ്രൗഢമായിട്ടുള്ള എല്ലാവിധ വീട്ടുപകരണങ്ങളും അവിടെ കണ്ടു. അതിന്റെ പിന്നിൽ ഒരു മനോഹരമായിട്ടുള്ള ഉദ്യാനമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. വളരെ രസകരമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാതും എന്തൊരു ഭംഗിയാന്നറിയോ, ഭംഗിയും നല്ലൊരു വൃത്തിയുള്ള ഒരു അന്തരീക്ഷവും, അതുപോലെ തന്നെ ചെടികളൊക്കെ നല്ല വൃത്തിയായിട്ട് ഒരുപോലെ ഇങ്ങനെ വെട്ടി നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഒരു സന്തോഷവും നമുക്കൊരു മനസ്സിന് കുളിർമയൊക്കെ നൽകും. അപ്പൊ നമ്മള് ആ ഒരു പച്ചപ്പും ഹരിതാഭയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ഉദ്യാനത്തിലേക്ക് ഇങ്ങനെ കടന്ന് ഉദ്യാനത്തിലൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ നടന്ന് കാണുകയാണ് കേട്ടോ. ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ലൊരു പ്ലാനിങ് ആണിത്.
അപ്പോൾ നമുക്ക് തേക്ക് മ്യൂസിയം കാണാം. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ മറ്റൊരു സ്ഥലം കൂടി ഈ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മയിലിനെ നോക്കി എന്തൊരു ഭംഗിയാണല്ലേ. അവര് നല്ല ഭംഗിയിൽ അതിങ്ങനെ വെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അകലേന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു മയിലിങ്ങനെ നിൽക്കുന്ന പോലെ, പീലി വിടർത്തി നിൽക്കുന്ന ഒരു മയിലിനെ പോലെ തന്നെ നമുക്ക് തോന്നും. അപ്പൊ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നിതിൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്നേഹ അതൊക്കെ കേട്ട് ഇങ്ങനെ ശിരസാ വഹിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നിതിന്റെയും അതുപോലെ നമ്മുടെ ബിജു ഏട്ടന്റെ ഒക്കെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രസിഡന്റ് ഇതുവരെ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടില്ല. ഏറ്റവും വലിയ ഒരു ഇലയാണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ പള്ളിയിൽ നിന്നുള്ള ടീമാണ്. പള്ളിയിലുള്ള കൊയറുകാര്, കീബോർഡ് വായിക്കുന്ന ഏബർ, പാട്ട് പാടുന്ന ആളുകള്, അതുപോലെ ഒത്തിരി പേരടങ്ങുന്ന ഒരു സംഘമാണ് നമ്മുടെ കയ്യിലുള്ളത്. അങ്ങനെ നമ്മൾ അവരെല്ലാവരും കൂടെ തന്നെ ഒരുമിച്ച് ഇവർ ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ ടാസ്ക് ആയിരുന്നു. പലർക്കും ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നതുകൊണ്ട് പലരും ഫോട്ടോസ് എടുക്കാനുള്ള തിരക്കിലായിരുന്നു. കാഴ്ചകൾ കാണുക, അതിൻ്റെ കൂടെ തന്നെ ഫോട്ടോസ് ഒക്കെ എടുക്കുക. അപ്പൊ പല വീട്ടിലുള്ള പലരും ഒരുമിച്ച് ചേർന്നപ്പോൾ ഒരു കുടുംബമായിട്ട് ഇങ്ങനെ സന്തോഷിക്കുന്ന ഒരു ദിവസം. അങ്ങനെ പിന്നെ നമ്മൾ വണ്ടിയിൽ കയറിയപ്പോൾ പിന്നെ നമ്മളൊരു ഡാൻസിങ് മോഡിലേക്ക് നമ്മുടെ ടൂറ് പോയി. അപ്പൊ എല്ലാവരും ചേർന്ന് അടിപൊളിയായിട്ട് ഓരോരോ ഇഷ്ടത്തിനനുസരിച്ചുള്ള പാട്ടുകളൊക്കെ വരുമ്പോൾ പലരും എഴുന്നേറ്റ് നിന്ന് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞോടുകൂടി നമ്മൾ വീണ്ടും ക്ഷീണിച്ച് തളർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എനർജി വേണമല്ലേ. ആ എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് അടുത്തൊരു ഹോട്ടലിൽ നിർത്തി. അപ്പൊ നമുക്ക് വന്നിട്ടുള്ളത് അടിപൊളി ഒരു അൽഫാം മന്തി ആയിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ എത്തിയത് നമ്മുടെ മിനി ഊട്ടി എന്ന് പറയുന്ന മലപ്പുറത്തുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ്. കാണാൻ ഒത്തിരി നല്ല ഇഷ്ടപ്പെടുന്ന അനുഭവങ്ങളുള്ള ഒരിടമാണ്. ഒരു ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരുമിച്ച് ചേർന്ന് എൻജോയ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ പല റൈഡുകളായാലും പല മ്യൂസിയത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് അക്വേറിയം ആയാലും പെറ്റിന്റെ പാർക്കുകളും അങ്ങനെ പലവിധ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ പോയത് നമ്മളൊരു ഹൊറർ ഹൗസ് വിസിറ്റ് ചെയ്യാനാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ശബ്ദങ്ങളും പ്രവാഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇരുട്ട് കാരണം നമ്മളെല്ലാവരും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇരുട്ടത്ത് പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോൾ നമ്മൾ വലിയ വലിയ പ്രേതങ്ങളെയൊക്കെയായിരുന്നു കണ്ടത്. പ്രേതങ്ങളെ കാണുമ്പോൾ പേടിച്ചതിനേക്കാൾ കൂടുതൽ ഇരുട്ടും ആ സൗണ്ട് എഫക്റ്റും ആണ് എന്നെ പേടിപ്പിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിന്റെ ഏറ്റവും ഉയരത്തിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ മിനി ഊട്ടിയുടെ മിസ്റ്റി ലാൻഡിന്റെ ഏറ്റവും ഉയരത്ത് കയറി നോക്കിയപ്പോൾ നല്ല വെയിലായിരുന്നു. ആ വെയിലൊക്കെ കൊണ്ടെന്നാലും നമ്മൾ ആ മലപ്പുറം നഗരം മുഴുവൻ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ അക്വേറിയത്തിന്റെ അകത്തേക്കാണ് വന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് മത്സ്യങ്ങളും ചെറിയ ചെറിയ നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളെയൊക്കെ സ്നേഹിക്കാൻ കഴിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മിനി ഊട്ടിയുടെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പൊ നമ്മൾ അങ്ങനെ ചെന്നു. അപ്പൊ അതിൽ പല വിധത്തിലുള്ള മീനുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവരൊക്കെ നമ്മളെ കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കും അവയൊക്കെ ഏറ്റവും അടുത്ത് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷിച്ചുകൊണ്ട് നമ്മൾ നടക്കുന്നു. നമ്മുടെ ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ദൈവം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മനോഹാരിത നമ്മൾ അടുത്തടുത്ത് കാണുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു ദൈവത്തിനോടുള്ള ഒരു സ്നേഹം പോലെ നമുക്ക് വർദ്ധിച്ചു പോകും. അത്ര മനോഹരമായിട്ടാണ് ദൈവം ഓരോ പുൽക്കൊടി പോലും രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളതൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് മീനുകളെയൊക്കെ കാണാനായിട്ട് ഇഷ്ടമുള്ളവരാണോ? ഫാമിലി ആയിട്ട് ഒരു ദിവസം നിങ്ങൾ കറങ്ങാൻ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അധികം വൈകാതെ തന്നെ ഏറ്റവും അടുത്ത് നമുക്ക് പോകാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ഫാമിലി ആയിട്ട് പോകണം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് പോകണം. ആ ഒരു ദിവസം നമുക്ക് തരുന്ന ഒരു പോസിറ്റീവ് എനർജി, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി ടെൻഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, ആ ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ റിലീഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം, നമ്മളെ തന്നെ ഒന്ന് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരിടം കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പോയി ആ ഒരു അക്വേറിയം അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ കടന്നു വരുന്ന സ്ഥലത്ത് നമ്മുടെ തലയുടെ മുകളിലൂടെയാണ് ഇങ്ങനെ മീനുകളൊക്കെ സഞ്ചരിക്കുന്നത്. നമ്മളൊരു കടലിന്റെ നടുക്കിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു എഫക്റ്റ് ആണ് നമുക്ക് ആ ഒരു അക്വേറിയത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് കടക്കുമ്പോഴുള്ളത്. അതൊക്കെ കാണുക, ആസ്വദിക്കുക. ആ മിനി ഊട്ടിയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പകർത്തിയെടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. എന്നാൽ പോലും എൻ്റെ പരിമിതിയുടെ ഉള്ളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെറുതായിട്ടൊക്കെ അവിടെ നിന്നൊക്കെ നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നമ്മൾ അവിടെ വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മസ്റ്റായിട്ട് നമുക്ക് ഒരു തവണ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനും എൻജോയ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ഒത്തിരി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാ നിങ്ങളുടെ ഇനി അടുത്ത വെക്കേഷൻ അങ്ങോട്ടാണോ?
നിലമ്പൂരുള്ള തേക്ക് മ്യൂസിയവും മിനി ഊട്ടിയും അതിനുശേഷം ഒരു അടിപൊളി മറ്റൊരു എന്റർടൈൻമെന്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതെന്താന്നൊക്കെ ഇങ്ങനെ വഴിയെ വഴിയെ പറയാലോ, സസ്പെൻസ് നമുക്ക് തീർത്തണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഈ മീനുകളെയൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. അതിനുശേഷം നമ്മളിങ്ങനെ ഒരു ഗ്ലാസിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കട്ടെ. അപ്പൊ നമുക്ക് വഴി കണ്ടുപിടിക്കുക. പണ്ട് നമ്മൾ ബാലരമയിലൊക്കെ ഉണ്ടായിരുന്നില്ലേ വഴി കണ്ടെത്തി കൊടുക്കുക, അതുപോലെ തന്നെയാണ് ഈ ചില്ലിന്റെ മുകളിൽ നമ്മൾ പോയിട്ട് തട്ടാനും മുട്ടാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകളൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെ നമ്മൾ ഒരു കയ്യകലത്തിലൊക്കെ ഇങ്ങനെ നടക്കണം. എന്നാലും വലിയ വലിയ ടാസ്ക് ഒന്നും അല്ല കേട്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കാൻ പറ്റും. എന്നാലും എല്ലാവരും കൂടി ചേരുമ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുഖമൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ നമ്മള് പരസ്പരം തമാശകളൊക്കെ പറഞ്ഞ് വഴി തെറ്റി നമുക്കിനി പുറത്ത് കടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് ഒടുവിൽ നമ്മൾ പുറത്ത് കടന്നു. ഇനി നമ്മളെ കാത്തിരിക്കുന്നത് പെറ്റ്സ് പാർക്കാണ്. അപ്പോൾ പെറ്റ്സുകളെ കളിപ്പിക്കാൻ ഇഷ്ടമുള്ളവർക്കും പേടിയില്ലാത്തവർക്കൊക്കെ പറ്റും. അപ്പൊ ഞാനൊന്നും ട്രൈ ചെയ്ത് നോക്കിയില്ല. അപ്പൊ നമ്മുടെ വിമിതേച്ചി അതിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ആ ഒരു നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ അവരോട് കിന്നാരം പറഞ്ഞിരിക്കുകയാണ് ആള്. ഇവരുടെയൊക്കെ ഉള്ളിൽ ഇത്രയധികം ധൈര്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ട്. ഇവൻ ഭയങ്കര മാസായിട്ടാണ് ആ ഒരു ജിമ്മൊക്കെ കാണിച്ചിട്ട് നമ്മളതിനൊക്കെ ഇങ്ങനെ വിരട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസ് ഒക്കെ അപ്പൊ നമ്മളിങ്ങനെ കണ്ടുവരികയാണ്. അപ്പൊ പെറ്റ്സിനെ ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അതിനെ ഇടക്കാനും തൊടാനും ഒക്കെ ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞപ്പോൾ നമ്മള് ഇങ്ങനെ മത്സ്യങ്ങൾ എല്ലാതും കൂടിയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു കുഞ്ഞൊരു ടാങ്ക് ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ നമ്മൾ തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വേഗം നമ്മുടെ കൈയിന്റെ അടുത്തേക്ക് വരും. അപ്പൊ അതിന് ഞാൻ ആദ്യം കുറേ നേരം മടിച്ചു നിന്നെങ്കിലും പിന്നെ ധൈര്യം സംഭരിച്ച് അങ്ങനെ കൈ അതിൽ വെച്ചു കൊടുത്തു. പിന്നെ കാളകളെയും കോഴിക്കുട്ടികളെയും അതുപോലെയുള്ള ഓരോരോ താറാവ് അങ്ങനെയുള്ള ഓരോരോ പെറ്റ്സിനെയും കണ്ട് ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ ഒരു ഒട്ടകം ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അറബിയും ഒട്ടകവും പിന്നെ ഞാനെന്ന് പറഞ്ഞ പോലെ ഏറ്റവും അവസാനം ഒരു ഒട്ടകവും അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കിളികളുടെ അടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കയ്യിൽ നമുക്ക് അവരെ ഫീഡ് ചെയ്യാനുള്ള ഇത് തരും. അപ്പൊ അത് നമ്മൾ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഓടി വന്ന് കിളികൾ നമ്മുടെ കയ്യിൽ വന്നിരിക്കും കേട്ടോ. പിന്നെ തലയിലൊക്കെയാണ് കയറിയിരുന്നത്. ഏറ്റവും അവസാനം നമ്മൾ കുറച്ച് ലാസ്റ്റ് ആയപ്പോൾ കയറിയത് ഗ്ലാസ് ബ്രിഡ്ജ് ആയിരുന്നു. അതും ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പേടിയായിരുന്നു. എനിക്ക് സത്യത്തില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ടെൻഷനും പേടിയുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കതൊരു ഭയങ്കര ടാസ്ക് ആയിട്ട് തോന്നി. പലരും പോയിട്ട് സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും നിസ്സാരം, പക്ഷെ എനിക്ക് അത്ര നിസ്സാരമല്ലായിരുന്നു. ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടാണ് അതിന്റെ മുകളിലൂടെ നടന്നത്. എന്നാൽ ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നുമില്ല എന്നുള്ളത് എനിക്ക് പുറത്തേക്ക് വന്നാൽ എനിക്കറിയാം. പക്ഷേ എനിക്ക് ഹൈറ്റ് ഒക്കെ പേടിയായതുകൊണ്ടായിരിക്കാം എനിക്ക് താഴേക്കൊക്കെ നോക്കുമ്പോൾ കുറച്ച് ടെൻഷനായിരുന്നു. ആൻഡ് ഫൈനലി നമ്മളൊരു സിനിമയ്ക്കാണ് പോയത്. അപ്പോൾ ലോകയ്ക്ക് പോകണം എന്നായിരുന്നു നമ്മുടെ പിള്ളേര് സെറ്റിന്റെ ഒക്കെ ഒരു ആഗ്രഹം. പക്ഷെ നമുക്ക് അതിന് പറ്റിയില്ല. അപ്പം നമ്മുടെ പ്രസിഡന്റ് ബിജു ഏട്ടനും നമ്മുടെ വികാരിയച്ഛനും ബാക്കിയുള്ള നമ്മുടെ ജീവനും നമ്മുടെ കൂട്ടത്തിലുള്ള ലീനേച്ചിയും എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു സിനിമയ്ക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ലോകയ്ക്ക് നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. പിന്നെ നമുക്ക് ടിക്കറ്റ് അവൈലബിൾ ആയത് ഹൃദയപൂർവ്വം എന്നുള്ള മൂവിക്കായിരുന്നു. അങ്ങനെ ഹൃദയപൂർവ്വം മൂവി കണ്ട ഒരു ദിവസം മനോഹരമായി എൻജോയ് ചെയ്തു.